നമ്മളൊരു ടെന്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പുറത്തൊന്നും അല്ല കേട്ടോ, വീടിനകത്തുള്ള ചെറിയൊരു ഡൈനിങ് സ്പേസിൽ തന്നെയാണ് ടേബിളൊക്കെ മാറ്റിയിട്ട് ഞാൻ അവിടെ തന്നെ ഒരു ടെന്റ് കെട്ടാന്ന് വിചാരിച്ചു. വേറെ എന്തും കൊണ്ടല്ല, പുറത്ത് നല്ല മഞ്ഞാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാണ് ഏറ്റവും നല്ല സമയം ഒരു ടെന്റ് കെട്ടാൻ. ആദ്യം കുറച്ച് പണി പെട്ടു കേട്ടോ, ഇത് എങ്ങനെയാ ചെയ്യണേന്നൊക്കെ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം അങ്ങോട്ട് സെറ്റായിട്ട് വന്നു. ഞാൻ പതിയെ ലീവിങ് ഇൻ ടെന്റ് ഒള്ളി ചലഞ്ച് എന്നുള്ളൊരു പരിപാടി തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ടെന്റൊക്കെ കെട്ടി നിൽക്കാനൊക്കെ സ്ഥലം കണ്ടുപിടിക്കാനൊക്കെ എനിക്ക് പുറത്തങ്ങനെ പോകാനൊക്കെ ഭയങ്കര പേടിയാണ്. അതാണ് ഞാൻ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് സർവൈവ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഫൈനലി നമ്മുടെ ടെന്റ് ഇവിടെ സെറ്റായി വന്നു ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചതിന് വലിപ്പം കുറച്ച് കൂടി പോയിട്ട് ഇതിന് എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യട്ടോ. ആദ്യം തന്നെ ഞാൻ എനിക്ക് വേണ്ടാത്തൊരു പുതപ്പെടുത്ത് നിലത്തിങ്ങനെ വിരിക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുന്നിൽ കിടന്ന് കഥകളി കളിച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ ചെറിയൊരു കുഷ്യൻ പോലത്തെ ഒരു സാധനം കൂടെ വെച്ചു ഇരിക്കാനായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ലൈറ്റ്സ് ഒക്കെ തൂക്കി കുറച്ച് എസ്തെറ്റിക് ആക്കാമെന്ന്. അതിനുശേഷം ഒരു ടേബിളും കൂടെ വെച്ചു. അതിൽ കുറച്ച് ബുക്സും പിന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഇനി ഇവിടെ ഇരുന്ന് ശിഷ്ടകാലം പുസ്തകമൊക്കെ വായിച്ചങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ കുഞ്ഞ് സെറ്റപ്പ്? ഇതൊന്നും അല്ല, ഇതിലും കൂടുതൽ സാധനങ്ങൾ ഇനി നമ്മൾ ടെന്റിൽ ഉൾപ്പെടുത്താൻ പോകുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇനി ഇതിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്കൊരു 10 days in tent ചാലഞ്ച് നടത്താം.